കോൺഗ്രസ് ജയിക്കുള്ളൂ? എന്താ കാരണം? എന്താ നമ്മുടെ ടി എൻ പ്രതാപൻ മാറി കെ മുരളീധരൻ വന്നില്ലേ? എന്നാലും കൂടുതൽ നന്നായി. നിഷ്പക്ഷമായി വിലയിരുത്തിയ നിങ്ങൾക്കത് മനസ്സിലാവും. ആളുകളായിട്ട് സംസാരിക്കും. സുനിൽകുമാറിനാണ് വിജയ സാധ്യത. ദേശീയ നേതൃത്വത്തിൽ BJP വരണം. BJPക്ക് ഇവിടെ ഭൂരിപക്ഷം ഇല്ലല്ലോ ഇന്ത്യയിൽ. അപ്പൊ ജനങ്ങൾ ചിന്തിക്കില്ലേ, സ്വാഭാവികമായിട്ട് ചിന്തിക്കില്ലേ? അപ്പൊ സുരേഷ് ഗോപി ജയിക്കും. ആര് ജയിച്ചിട്ടും കാര്യമില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇവിടുന്ന് അങ്ങോട്ട് ചാടുക, അവരിങ്ങോട്ട് ചാടുക, നമ്മളെ ജനങ്ങൾ കുട്ടികളും. കൊട്ടിക്കയറുന്ന മേളം പോലെയാണ് ഇത്തവണ തൃശ്ശൂരുകാർക്ക് തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ. അത്രത്തോളം ആവേശത്തിലാണ് അവർ. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം തൃശ്ശൂർ പൂരത്തിനേക്കാൾ ആവേശത്തിലാണ്. ടി എൻ പ്രതാപൻ മാറി അവിടെ കെ മുരളീധരൻ എത്തിയപ്പോൾ മുതലാണ് തൃശ്ശൂരിലേക്ക് ഏവരും ഉറ്റുനോക്കാൻ തുടങ്ങിയത്. നമുക്ക് രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി കേരളത്തിലെ തൃശ്ശൂരിന്റെ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. കെ മുരളീധരൻ, സുരേഷ് ഗോപി, VS സുനിൽകുമാർ, 3 പേരും മത്സരിക്കുന്ന ഏറ്റവും മത്സര ചൂടേറുന്ന തൃശ്ശൂരിൽ ഇത്തവണ ത്രികോണ പോരാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ആരാകും ഇക്കുറി തൃശ്ശൂർ എടുക്കുക? മുപ്പോരിൽ ആര് നേടും ഇക്കുറി തൃശ്ശൂർ? നമുക്ക് ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. നമ്മുടെ ഇത്തവണത്തെ ഇലക്ഷനിൽ ആര് ജയിക്കുന്ന? മുരളീധരൻ ജയിക്കും. എന്തുകൊണ്ടാ? സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂർ ജയിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കും. 100% ഉറപ്പാ. 100% ഉറപ്പാണ്. ഒരു സുരേഷ് ഗോപി എന്തുകൊണ്ടാ ജയിക്കാന്ന് തോന്നണേ? അങ്ങനെയല്ല, ഇപ്പൊ ദേശീയ നേതൃത്വത്തിൽ BJP വരണം. BJPക്ക് ഇവിടെ ഭൂരിപക്ഷം ഇല്ലല്ലോ ഇന്ത്യയിൽ. അപ്പൊ ജനങ്ങൾ ചിന്തിക്കില്ലേ, സ്വാഭാവികമായിട്ട് ചിന്തിക്കില്ലേ? അപ്പൊ സുരേഷ് ഗോപി ജയിക്കും. ചേട്ടാ, നമ്മുടെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ആര് ജയിക്കുന്ന തോന്നണേ? ഇലക്ഷന് രണ്ടുപേരും പറയാ. സുനിൽകുമാറിനാണ് സാധ്യത. എന്തുകൊണ്ടാ? ജനകീയനായ ഒരാളാണ്, സാധാരണക്കാരനാണ്. പിന്നെ ജനങ്ങൾക്ക് സംസാരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ സാധിക്കുന്ന ഒരാളാണ്. പിന്നെ പാർലമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള പാർലമെന്ററി പരിചയമുണ്ടല്ലോ ആൾക്ക്. MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. വ്യക്തമായ നിലപാടുകൾ ഉള്ള ഒരാളാണ് സുനിൽകുമാർ. താങ്കളുടെ അഭിപ്രായം? വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇത്തിരി ആളെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറെ സ്കൂളുകളൊക്കെ പണം കൊടുക്കുന്നുണ്ട്. പൂങ്ങുന്ന സ്കൂൾ, അങ്ങനെ കുറെ സ്കൂളുകളൊക്കെ. ആളെ ജീവിക്കട്ടെ. ആള് 5 കൊല്ലം ഭരിച്ചതല്ലേ. നമ്മുടെ ഇപ്രാവശ്യത്തെ തൃശ്ശൂർ ഇലക്ഷൻ എങ്ങനെ ഉണ്ടാവും? ത്രികോണ മത്സരാണെന്ന് തോന്നുന്നുണ്ടോ? 3 പേരും കട്ടക്ക് നിൽക്കും തോന്നുന്നുണ്ടോ? കട്ടക്ക് നിൽക്കും. 3 കട്ടക്ക് തന്നെ നിൽക്കണത്. ആര് ജയിക്കുന്നു പറയാൻ പറ്റില്ല. ഇലക്ഷനല്ലേ, അത് ജയിക്കണം. അവര് ജയിക്കട്ടെ. നിങ്ങൾ സുനിൽകുമാറിന്റെ ഒപ്പാണ് വിജയ സാധ്യത. കൂടുതൽ നിഷ്പക്ഷമായി വിലയിരുത്തിയ നിങ്ങൾക്കത് മനസ്സിലാവും. ആളുകളായിട്ട് സംസാരിക്കും. സുനിൽകുമാറിനാണ് വിജയ സാധ്യത. ചേട്ടാ, നമ്മുടെ ഇലക്ഷനിൽ ഇപ്രാവശ്യം ആര് ജയിക്കുന്ന തോന്നണേ? അതൊരു വലിയ ചോദ്യമാണ്. വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ ആര് ജയിച്ചിട്ടും കാര്യമില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇവിടുന്ന് അങ്ങോട്ട് ചാടുക, അവരിങ്ങോട്ട് ചാടുക, നമ്മളെ ജനങ്ങൾ കുട്ടികളും. ചേട്ടൻ വോട്ട് ചെയ്യാൻ പോകണ്ടോ? ഞാൻ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യാം. അപ്പോഴത്തെ കാര്യങ്ങൾ ഇനിയും സമയമുണ്ടല്ലോ കുറച്ചും കൂടി. അപ്പൊ അതനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളും. നമ്മുടെ തൃശ്ശൂരത്തെ മത്സരം എങ്ങനെ ഉണ്ടാവും? മത്സരം അവിടെ സ്ട്രോങ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഗംഭീര മത്സരമാവാൻ സാധ്യതയുണ്ട്. അതെ, 3 സ്ഥാനാർത്ഥികൾ അടിപൊളി സ്ഥാനാർത്ഥികളാണ്. ആര് തമ്മിലായിരിക്കും കൂടുതൽ മത്സരം തോന്നണേ? സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലായിരിക്കും. എന്നാലും അപ്പൊ അതിൽ ആര് ജയിക്കുന്ന നിങ്ങൾക്ക് തോന്നണേ? പറയണ്ട, സുരേഷ് ഗോപി. പിന്നെ സുരേഷ് ഗോപി സഹായങ്ങൾ ചെയ്യുന്നുണ്ടായത്. അതാണ് മറ്റൊരു കാര്യം. അത് മറ്റയാൾ അത്ര ചെയ്യുന്നില്ല. സുരേഷ് ഗോപി കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സാധ്യതയുണ്ട്. പിന്നെ ജനങ്ങളും ഒരു ചേഞ്ച് ആവശ്യപ്പെടാൻ കാത്തിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നല്. നമ്മള് ഈ ഇവിടുത്തെ ഒരു രസം എന്താ വെച്ചാല്, ഒട്ടേറെ ഓട്ടോകൾ ഇങ്ങനെ നിരന്ന് കിടക്കുക. ഒരു ഓട്ടോയുടെ ബാക്കില് സുരേഷ് ഗോപി ചങ്കാണെന്നാണെങ്കിൽ ഇതാ
ഈ ഓട്ടോയുടെ ഒക്കെ ബാക്കിൽ തൃശ്ശൂരിന്റെ ചങ്കാണ് സുനിച്ചേട്ടൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിന്റെ ഇടയിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ആ ചേട്ടന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടൻ പറയോന്നറിയില്ല, നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ചേട്ടാ, ഇലക്ഷൻ ഇത്തവണ തൃശ്ശൂര് ചേട്ടന്റെ ഓട്ടോയുടെ ബാഗിൽ കൊണ്ട് സുനിച്ചേട്ടൻ ജയിക്കും, ചങ്കാണ് സുനിച്ചേട്ടൻ. അപ്പൊ നമ്മുടെ ഇലക്ഷൻ അപ്പൊ ആര് ജയിക്കും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? സുനിച്ചേട്ടൻ തന്നെയാ. സുനിച്ചേട്ടൻ തന്നെ ജയിക്കും. സാധാരണക്കാരൻ തന്നെയല്ലേ നമ്മുടെ ചങ്കണ് ജയിച്ചിരിക്കും. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ മത്സരം? എങ്ങനെയുണ്ടാവും? കട്ടയ്ക്ക് നിൽക്കോ? 3 പേരും തമ്മിൽ ത്രികോണ മത്സരം ആയിരിക്കോ? അതോ ത്രികോണ മത്സരം വന്നാലും ആളുടെ ഒരു വ്യക്തിപരമായിട്ട് ആൾക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. സാധാരണക്കാരന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർത്താൻ കഴിവുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം നല്ല നല്ല പ്രവർത്തനം കാഴ്ചവെക്കും. ഇവിടെ അതിനു മുമ്പ് കാഴ്ചവെച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആളുടെ അടുത്ത് മുട്ടണ്ട. ആര് വന്നാലും കാര്യമില്ല, ഗോപി വന്നാലും കാര്യമില്ല, മുരളി വന്നാലും കാര്യമില്ല. നമ്മുടെ ഇത്തവണത്തെ ഇലക്ഷനെ പറ്റി പറയാമോ? ഇല്ല, ഒന്നും പറയാം. കോൺഗ്രസ് ജയിക്കുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ കോൺഗ്രസ് ജയിക്കുള്ളൂ. എന്താ കാരണം? എന്താ നമ്മുടെ ടി എൻ പ്രതാപൻ മാറി കെ മുരളീധരൻ വന്നില്ലേ? എന്നാലും കൂടുതൽ നന്നായി. എങ്ങനെയുണ്ടായിരുന്നു ടി എൻ പ്രതാപൻ? അല്ല, ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ? ഡീസന്റ് ആയി. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടാവും പറയണേ? അത് ക്ലീൻ ആവും. ഞങ്ങൾക്ക് അപ്പം മുരളീധരൻ ജയിക്കും എന്നാ പറയുന്നത്. ഒരു തർക്കവും ഇല്ല.